ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പാർട്ടി കൊണ്ടുവന്ന കോളേജ് പൂട്ടിക്കുവാനും അറിയാം. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ സിവി വർഗീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണം. സർക്കാർ നഴ്സിംഗ് വിദ്യാർത്ഥികളെ സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സിവി വർഗീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണം. പാർട്ടി കൊണ്ടുവന്ന കോളേജ് അടയ്ക്കാമെന്ന് ഹോസ്റ്റൽ സൌകര്യം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെ സിവി വർഗീസ് ഭീഷണിപ്പെടുത്തി എന്നാണ് പിടിഎ അംഗത്തിന്റെ വെളിപ്പെടുത്തൽ. ചെറുതോണിയിലെ സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ച യോഗത്തിലായിരുന്നു ഭീഷണിയെന്ന് പിടിഎ അംഗം രാജിമോൾ പറഞ്ഞു. ഒക്ടോബർ 18-നാണ് സംഭവം നടന്നത്. ഹോസ്റ്റൽ, സ്വന്തമായി കെട്ടിടം, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവ ആവശ്യപ്പെട്ട് ദിവസങ്ങളായി വിദ്യാർത്ഥികൾ സമരത്തിലായിരുന്ന പശ്ചാത്തലത്തിലാണ് സിവി വർഗീസ് ഒരു യോഗം വിളിക്കുന്നത്. സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാമെന്ന് പ്രിൻസിപ്പലാണ് വിദ്യാർത്ഥി പ്രതിനിധികളോട് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 വിദ്യാർത്ഥി പ്രതിനിധികളും പിടിഎ പ്രതിനിധിയും പ്രിൻസിപ്പലും അധ്യാപകരുടെ പ്രതിനിധിയുമാണ് ചർച്ചയ്ക്ക് പോയത്. ചർച്ചയ്ക്കിടെ സർക്കാർ കെട്ടിടത്തിൽ ഹോസ്റ്റൽ വേണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇതാണ് സിവി വർഗീസിനെ ചൊട്ടിപ്പിച്ചത്. ഞാൻ ആരാണെന്നറിയാമോ എന്ന് സിവി വർഗീസ് ചോദിച്ചെന്നും പാർട്ടി കൊണ്ടുവന്ന നഴ്സിംഗ് കോളേജ് നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുമാണ് ആരോപണം. നിങ്ങളുടെ 2 വർഷത്തെ പഠനം പോയി കിട്ടുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി പറഞ്ഞെന്നാണ് പിടിഎ അംഗത്തിന്റെ വെളിപ്പെടുത്തൽ. സംഭവത്തിന്റെ രൂക്ഷ വിമർശനവുമായി ഡീൻ കുര്യാക്കോസ് എംപിയും രംഗത്തെത്തി. കോളേജിൽ കൊള്ള ഫീസ് ചുമത്തുവാൻ ഉൾപ്പെടെ സിവി വർഗീസ് ഗൂഢാലോചന നടത്തിയെന്ന് ഡീൻ കുര്യാക്കോസ് എംപി ആരോപിച്ചു. വർഗീസിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കോളേജ് പ്രിൻസിപ്പലിനെ ആവശ്യമില്ല. നഴ്സിംഗ് കോളേജിന് ഡാമേജ് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി താനായിരിക്കുമെന്ന് വർഗീസ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. തിരി തെളിഞ്ഞു, ട്രാക്ക് ഉണർന്നു. ഇനി കൌമാര കായിക പോരാട്ടങ്ങളുടെ 8 നാളുകൾ. കേരള സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരി തെളിഞ്ഞു. വർണ്ണാഭമായ ചടങ്ങിൽ ഫുട്ബോൾ ഇതിഹാസം IM വിജയനാണ് ദീപശിഖ തെളിയിച്ചത്. മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ട്രാക്കിലും ഫീൽഡിലും തീപിടിപ്പിക്കുന്ന പോരാട്ടങ്ങളുടെ 7 ദിനരാത്രങ്ങളാണ് വരാനിരിക്കുന്നത്. 14 ജില്ലകൾക്ക് പുറമെ മറുനാടൻ മലയാളികളുടെ കരുത്ത് അറിയിക്കുവാൻ UAE ടീമും ഇത്തവണയുണ്ട്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ മേള ഉദ്ഘാടനം ചെയ്തത് ധനമന്ത്രി KN ബാലഗോപാലാണ്. കേരളത്തിന്റെ കായിക കുതിപ്പിന്റെ പുതിയൊരു ചുവടെന്ന് മുഖ്യ സംഘാടകൻ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 3000-ലധികം കുട്ടികൾ അണിനിരന്ന സാംസ്കാരിക പരിപാടിയും ഉദ്ഘാടന ചടങ്ങിന്റെ മാറ്റുകൂട്ടി. ഓരോ ജില്ലയിൽ നിന്നും 300 കുട്ടികൾ പങ്കെടുക്കുന്ന വിപുലമായ മാർച്ച് പാസ്റ്റുമാണ് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടന്നത്. ഡൽഹിയിലെ വായു മലിനീകരണം, വൈക്കോൽ കത്തിക്കുവാൻ കർഷകർക്കുമേൽ AAP സമ്മർദ്ദം ചെലുത്തിയെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി. ദീപാവലി കാലത്ത് ഡൽഹിയിലെ വായു ഗുണനിലവാരം രൂക്ഷമായതിന് പിന്നാലെ രാഷ്ട്രീയ പോരും. മലിനീകരണ നിയന്ത്രണത്തെ ചൊല്ലി ആം ആദ്മിയും BJPയും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വൻ പരാജയമാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. എന്നാൽ വൈക്കോലും മറ്റും കത്തിക്കുവാൻ ആം ആദ്മി പാർട്ടി കർഷകരിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് ഡൽഹി പരിസ്ഥിതി വകുപ്പ് മന്ത്രി മഞ്ജിന്ദർ സിംഗ് സിർസയുടെ ആരോപണം. ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ കനത്ത പുകമഞ്ഞിന്റെ പിടിയിലാണ് ഡൽഹി. 38 കേന്ദ്രങ്ങളിൽ 36-ലും മലിനീകരണ തോത് റെഡ് സോൺ വിഭാഗത്തിലാണ്. ദൃശ്യപരിധി താഴ്ന്നതിനൊപ്പം കണ്ണിരിച്ചിൽ, മൂക്കിരിച്ചിൽ, ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ജനം നേരിടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കനത്ത വിമർശനവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയത്. മലിനീകരണം കുറയ്ക്കുവാൻ സർക്കാർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് ആം ആദ്മി വിമർശിച്ചപ്പോൾ ദീപാവലിയുടെ ഭാഗമായി ജനങ്ങൾ പടക്കങ്ങൾ പൊട്ടിച്ചതാണ് മലിനീകരണ തോത് ഉയരുവാൻ കാരണമായതെന്ന് BJP വിശദീകരിച്ചു. NDA സർക്കാർ വന്നതിന് ശേഷമാണ് ബീഹാറിൽ വികസനങ്ങൾ എത്തിയത്. മുൻ സർക്കാരുകൾ ഒന്നും ചെയ്തിരുന്നില്ല. നിതീഷ് കുമാർ. ബീഹാറിന്റെ വികസനത്തിനായി സർക്കാർ നിരവധി കാര്യങ്ങൾ ചെയ്തുവെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. കുട്ടികൾക്കായി വിദ്യാലയങ്ങൾ നിർമ്മിച്ചു. വനിതകൾക്കായി പ്രത്യേകം പദ്ധതികൾ കൊണ്ടുവന്നു. മുസാഫർപൂരിൽ ബൈപ്പാസ്, റോഡ് എന്നിവ നിർമ്മിച്ചു. മീനാപൂരിൽ വെൽനസ് സെന്ററുകൾ കൊണ്ടുവന്നു. NDA സർക്കാർ വന്നതിന് ശേഷമാണ് ബീഹാറിൽ വികസനങ്ങൾ എത്തിയത്. മുൻ സർക്കാരുകൾ ഒന്നും ചെയ്തിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി NDAയിൽ വിള്ളലില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സഖ്യം മത്സരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല. നിലവിൽ ഞങ്ങൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യകക്ഷികളെല്ലാം ഒരുമിച്ചിരുന്ന് തങ്ങളുടെ നേതാവിനെ തീരുമാനിക്കും, അമിത് ഷാ പറഞ്ഞു. 2020-ലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു കാര്യവും അമിത് ഷാ വെളിപ്പെടുത്തി.
ബീഹാറിന് ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം BJPക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ എപ്പോഴും സഖ്യത്തെ ബഹുമാനിച്ചു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ബഹുമാനവും സീനിയോറിറ്റിയും കണക്കിലെടുത്താണ് നിതീഷിനെ മുഖ്യമന്ത്രിയാക്കിയത്, അമിത് ഷാ പറഞ്ഞു. കോടതി നടപടി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. CPIM നേതാവ് കസ്റ്റഡിയിൽ. കോടതി നടപടി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച CPIM നേതാവ് കസ്റ്റഡിയിൽ. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് സംഭവം. പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ ജ്യോതിയെ അറസ്റ്റ് ചെയ്യുവാൻ കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് ജ്യോതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡാണ് ഫോണിൽ പകർത്തിയത്. പയ്യന്നൂരിലെ CPIM പ്രവർത്തകനായ ധനരാജ് വധക്കേസുമായി ബന്ധപ്പെട്ടാണ് സംഭവം നടന്നത്. കോടതി നടപടികൾ ഫോണിൽ ചിത്രീകരിക്കുന്നത് മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അറസ്റ്റ് ചെയ്യുവാൻ നിർദ്ദേശം നൽകിയത്. ജ്യോതിയെ രൂക്ഷമായാണ് വിമർശിച്ചത്. അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിക്കരുതെന്ന് കോടതി പറഞ്ഞു. മരിച്ചവരോട് ബഹുമാനം കാണിക്കണമെന്ന് പറഞ്ഞ കോടതി 5 മണിവരെ കോടതിയിൽ നിൽക്കുവാനും 1000 രൂപ പിഴ അടയ്ക്കുവാനും വിധിച്ചു. കോടതിയിൽ ഫോൺ ഉപയോഗിക്കുവാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം ഉണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മൈസൂരിന്റെ പശ്ചാത്തലത്തിൽ മനോഹരമായ ഒരു പ്രണയഗാനവുമായി നിഖില വിമലിന്റെ പെണ്ണ് കേസ്. ആദ്യ ഗാനം പുറത്തിറങ്ങി. നിഖില വിമൽ നായികയായി എത്തുന്ന പുതിയ മലയാള ചിത്രം പെണ്ണ് കേസ് ആദ്യ ഗാനം പുറത്തിറങ്ങി. കാതൽ നദിയെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പ്രണയഗാനം ആലപിച്ചിരിക്കുന്നത് സഞ്ജിത് ഹെഗ്ഡെയും ഇസയും ചേർന്നാണ്. മൈസൂരിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് പാർവതീഷ് പ്രദീപാണ്. ഗണേഷ് മലയത്താണ് ഗാനത്തിന്റെ മലയാളം വരികൾ എഴുതിയിരിക്കുന്നത്. തമിഴ് വരികൾ എഴുതിയിരിക്കുന്നത് പൊന്നുമണിയാണ്. ചിത്രത്തിൽ നിഖിലയ്ക്കൊപ്പം ഹക്കീം ഷാജഹാൻ, അജു വർഗീസ്, രമേശ് പിഷാരടി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. നവാഗതനായ ഫെബിൻ സിദ്ധാർത്ഥ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പെണ്ണ് കേസ്. 2025 നവംബറിൽ തിയേറ്ററുകളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രശ്മി രാധാകൃഷ്ണനും ഫെബിൻ സിദ്ധാർത്ഥും ചേർന്നാണ്. ഇർഷാദ് അലി, അഖിൽ കവലയൂർ, കുഞ്ഞികൃഷ്ണൻ മാഷ, ശ്രീകാന്ത് വെട്ടിയാർ, ജയകൃഷ്ണൻ, പ്രവീൺ രാജ, ശിവജിത്ത്, കിരൺ പീതാംബരൻ, ഷുക്കൂർ, ധനേഷ്, ഉണ്ണിനായർ, രഞ്ജി കങ്കൂൽ, സഞ്ജു സനിച്ചൻ, അനാർക്കലി നാസർ, ആമി തസ്നീം, സന്ധ്യ മനോജ്, ലാലി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ. ദീപാവലി അടിച്ചു പൊളിച്ചു. തമിഴ്നാട്ടിൽ റെക്കോർഡ് മദ്യവിൽപ്പന. ടാസ്മാക്കിൽ വിറ്റത് 790 കോടിയുടെ മദ്യം. തമിഴ്നാട്ടിൽ ദീപാവലി മദ്യവിൽപ്പനയിൽ റെക്കോർഡ്. ടാസ്മാക്കിൽ 3 ദിവസം കൊണ്ട് വിറ്റത് 790 കോടിയുടെ മദ്യം. മദ്യവിൽപ്പനയിൽ മുൻപന്തിയിൽ മധുര സോൺ. തമിഴ്നാട്ടിൽ 600 കോടിയുടെ വിൽപ്പനയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായത് 438 കോടിയുടെ വിൽപ്പന. വലിയ റെക്കോർഡാണ് ഉണ്ടായത്. മധുരൈ സോണിൽ 170 കോടിയുടെ മദ്യം വിറ്റു. 159 കോടിയാണ് ചെന്നൈയിൽ വിറ്റത്. അതേസമയം ദീപാവലി ആഘോഷങ്ങൾക്കിടെ കഴിഞ്ഞ വർഷം തമിഴ്നാട് കുടിച്ചു തീർത്തത് 467.63 കോടിയുടെ മദ്യമാണ്. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ വിൽപ്പന നടത്തിയത്. മധുരയിലാണ് റെക്കോർഡ് വിൽപ്പന നടന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് 2022-23 വർഷത്തെ കണക്കുകൾ പ്രകാരം 44,098.56 കോടി രൂപയുടെ മദ്യം വിറ്റഴിച്ചപ്പോൾ 2021-22 36.050 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. സാധാരണ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ടാസ്മാക്കുകളിൽ നിന്നും പ്രതിദിനം 150 കോടി രൂപയുടെ വിൽപ്പനയാണ് നടക്കുന്നത്. ദീപാവലി പ്രമാണിച്ച് വിൽപ്പനയിൽ 50% വർധനമാണുണ്ടായതെന്നാണ് കണക്കുകൾ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.